തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും മോദിയുടെ പ്രഖ്യാപനങ്ങൾ വരികയാണ്. ഇത്തവണ യുവാക്കൾക്ക് ആവേശം പകരുന്നതാണ് മോദിയുടെ പ്രഖ്യാപനങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയായ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയുടെ യോഗ്യതകൾ പ്രഖ്യാപിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രതിമാസം 3000 രൂപ പെൻഷൻ നൽകുന്ന പദ്ധതി 2019 കേന്ദ്ര ബജറ്റിൽ മന്ത്രി പീയൂഷ് ഗോയലാണ് പ്രഖ്യാപിച്ചത്. അതാണ് ഇപ്പോൾ പ്രാവർത്തികമാകുന്നത്. പ്രതിമാസം വരുന്ന 15000 രൂപയോ അതിൽ താഴെയോ ഉള്ളവരെയാണ് പദ്ധതിയിൽ ചേർക്കുക. 18നും 40നും ഇടയിൽ പ്രായമുള്ളവരും ആകണം. ആദായ നികുതി അടയ്ക്കുന്നവരോ മറ്റ് പെൻഷൻ പദ്ധതികളായ NPS, ESI, EPF തുടങ്ങിയ പദ്ധതികളിലൊന്നും അംഗങ്ങളായവരോ ആകരുതെന്നും നിർദ്ദേശമുണ്ട്. പദ്ധതി പ്രകാരം വരിക്കാരൻ മരിക്കുമ്പോൾ ഭാര്യയ്ക്ക് പദ്ധതിയിൽ തുടരാം. അടുത്തുള്ള കോമൺ സർവീസ് സെന്ററിലെത്തിയാണ് പദ്ധതിയിൽ ചേരേണ്ടത്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ആധാർ കാർഡ് എന്നിവ നൽകി വേണം രജിസ്റ്റർ ചെയ്യാൻ. പദ്ധതി പ്രകാരം ഒരാൾക്ക് 60 വയസ്സാകുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് പിന്മാറാൻ അവസരവുമുണ്ട്. പദ്ധതിയിൽ ചേർന്ന 10 വർഷത്തിന് മുമ്പാണ് പിന്മാറുന്നതെങ്കിൽ അയാൾ അടച്ച തുക മാത്രമാണ് തിരിച്ചു കിട്ടുക. അതോടൊപ്പം SB അക്കൗണ്ട് പലിശയും ലഭിക്കും. 18 വയസ്സുള്ള ഒരാൾക്ക് പദ്ധതിയിൽ ചേരാൻ പ്രതിമാസം 55 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. സർക്കാരും അതോടൊപ്പം തന്നെ സമാനമായ തുക നിക്ഷേപിക്കും. പ്രായം കൂടുന്നതിനനുസരിച്ച് അടയ്ക്കേണ്ട തുകയിലും വർധനമുണ്ടാകും. അതേസമയം വലിയ വീടുള്ളവർക്കും ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വീടിന്റെ തറ വിസ്തീർണം പെൻഷനുള്ള അർഹതാ മാനദണ്ഡത്തിൽ നിന്ന് ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കി. 2000 രൂപ വരെ EPF പെൻഷൻ വാങ്ങുന്നവർക്കും സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കും. അനർഹർ കൈപ്പറ്റുന്ന വ്യാപക പരാതിയെ തുടർന്ന് ധനവകുപ്പ് കഴിഞ്ഞ ജൂലൈയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷന് പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിരുന്നു. 1200 ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീടുകളുള്ളവരെയും 1000 CCയിൽ കൂടുതൽ എഞ്ചിൻ ശേഷിയുള്ള വാഹനമുള്ളവരെയും ഒഴിവാക്കി. EPF പെൻഷനോ ക്ഷേമനിധി പെൻഷനോ വാങ്ങുന്നവർക്ക് ഏതെങ്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രം 600 രൂപയായി പരിമിതപ്പെടുത്തുകയും ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങൾ രേഖകൾ പരിശോധിച്ച ഈ വിഭാഗങ്ങളിൽപ്പെട്ടവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ പരാതി വ്യാപകമായി. തുടർന്നാണ് ധനവകുപ്പ് മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്തിയത്. 1200 ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീടുള്ളതിന്റെ പേരിൽ ഒഴിവാക്കപ്പെട്ടവർ വീണ്ടും അപേക്ഷിച്ചാൽ പെൻഷൻ ലഭിക്കും. EPF പെൻഷൻകാർക്കും പുതുതായി അപേക്ഷിക്കാം. എന്നാൽ 2000 രൂപയ്ക്ക് മുകളിൽ EPF പെൻഷൻ വാങ്ങുന്നവർക്ക് ഏതെങ്കിലും ഒരു സാമൂഹ്യ പെൻഷനോ ക്ഷേമനിധി പെൻഷനോ 600 രൂപ വീതം ലഭിക്കും. ഇപ്പോൾ വിതരണം നടത്തുന്ന ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള പെൻഷന് പുതിയ മാനദണ്ഡം ബാധകമല്ല. മെയ് മുതലുള്ള പെൻഷൻ പുതിയ മാനദണ്ഡ പ്രകാരം അർഹർക്കായിരിക്കും ലഭിക്കുക. ഡിസംബറിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെങ്കിലും പുതുക്കിയ പെൻഷന് അർഹതയുണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.